Hi, I am Ash, final year MBBS student, and this is how I looked last 24 hours before my pediatric university exam. Welcome to my channel. രാവിലെ ഇന്നലെ പഠിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് എണീറ്റപ്പോൾ തന്നെ ഇന്നൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന പോലെ എണീറ്റത്. പക്ഷേ ഇറ്റ്സ് ലാസ്റ്റ് ഡേ, സോ അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ട് പുഷ് ചെയ്തില്ലെങ്കിൽ നടക്കത്തില്ല എന്ന് മനസ്സിലായി. എൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ഭയങ്കര സിമ്പിളായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും എല്ലാം റിവൈസ് ചെയ്ത് ഡയഗ്രാംസ് നോക്കി പോവുക. പരീക്ഷയുടെ തലേന്നായതുകൊണ്ട് പെട്ടെന്ന് ടോപ്പിക്സ് നോക്കി ന്യൂട്രീഷനും മൈൽ സ്റ്റോൺസും അതേപോലെ വാക്സിനേഷനും യൂണിറ്റൽ റെസിസ്റ്റേഷനും പെട്ടെന്ന് നോക്കി തീർക്കാനെന്ന് ഒരുപാട് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മൂഡ് ഓഫ് ആകും. അപ്പോഴത്തേക്കും നമുക്ക് നടന്ന് പഠിക്കുന്ന ഒരു നല്ലൊരു ടിപ്പാണ്. ഒരുപാട് നേരം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ആദ്യം പഠിച്ചത് എന്തുവന്ന് പോലും നമുക്ക് ഓർമ്മ കാണത്തില്ല. പിന്നെ രണ്ടാമത് വായിക്കും, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കും. അപ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും മറന്നുപോയിരിക്കും. അങ്ങനെ പഠിച്ച് ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാനുള്ള സമയമായി. നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എനർജിയാണ്. എനർജിക്ക് നമുക്ക് സ്ട്രെസ്സ് മാറാനും എല്ലാം ഫുഡാണ് മെയിനായിട്ട് വേണ്ടത്. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ സ്ട്രെസ്സ് കുറയുന്ന എൻ്റെ ഒരു തിയറി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് പഠിത്തത്തിലോട്ട് തുടങ്ങി. നൗ ഇറ്റ്സ് ടൈം ടു ഇൻക്രീസ് ദ സ്പേസ്. കാരണം നമുക്ക് സമയമില്ല എക്സാമിന് പഠിക്കാൻ. ഒരുപാട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാല് വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടെ പണ്ടത്തെ പൊസിഷനിലോട്ട് തിരിച്ച് വന്ന് കുറച്ച് നേരം കട്ടിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് പഠിച്ച് കിളി പോയി എന്നെ ഇപ്പോൾ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും. സോ കുറേ നോക്കി, ഇനി കുറേ കിടപ്പുണ്ട്. എന്താകുമെന്ന് അറിഞ്ഞൂടാ. സെറ്റാക്കാം പറ്റും. ഇത്രയൊക്കെ പറ്റും. ആരോഗ്യം വീണ്ടെടുത്താൽ പിന്നെയും മെസ്സി പോയി ചായയും സ്നാക്സും കൂടി എടുത്തുകൊണ്ട് വന്ന് ആ കഴിച്ചതിൻ്റെ എഫക്റ്റിൽ കുറച്ച് നേരം അധികം ഇരുന്ന് പഠിച്ച് അത് കഴിഞ്ഞ് നമുക്ക് എക്സോസ്റ്റഡായി തുടങ്ങി. അപ്പം നമ്മൾ വിചാരിച്ച് പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന്. കുളിച്ചിട്ട് വന്നുകൊണ്ട് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്കിനി സെറ്റായിട്ട് ബാക്കിയുള്ളത് നല്ല സ്പീഡിൽ പോകാം. കാരണം ഇനി അധികം സമയമില്ല പരീക്ഷയ്ക്ക്. ഓരോ മൊമെൻറ്റും കടക്കും തോറും, ഓരോ മൊമെൻറ്റ് ലേറ്റ് ആകും തോറും നമുക്ക് ടെൻഷൻ കൂടി വരും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും കൂടി തന്നെ വരും. ലേറ്റ് ആവും തോറും അൾട്ടിമേറ്റ് സ്പീഡ് കൂടുന്ന സമയമാണ്. നമ്മൾ മാക്സിമം തലയ്ക്കകത്തോട്ട് കയറ്റി നമുക്ക് നാളെയുള്ള ഒരേ ഒരു ദിവസത്തെ എക്സാമാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്ന. സോ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക. സോ ഇന്നിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം അന്ന് അങ്ങ് ഇട്ട് തീർക്കാം. പഠിച്ച് രാത്രിയായി. രാത്രിക്കുള്ള ഡിന്നർ വന്ന് ഇന്ന് സാധാരണ ഈ ഒരു ദിവസം പുറത്തുനിന്നാണ് കഴിക്കുന്നത്. പക്ഷേ എക്സാം ആയിട്ട് നമുക്ക് പുറത്ത് പോകാൻ വയ്യാത്തതുകൊണ്ട് ഹോട്ടലിൽ ചപ്പാത്തിയും കൂടി അങ്ങ് കഴിച്ച്. ഫുഡല്ലല്ലോ എക്സാം ആണല്ലോ വലുത്. രാത്രിയായപ്പോൾ പിന്നെ അധികം ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ നിന്നില്ല. കാരണം ഇറ്റ്സ് ടൈം ഫോർ ദി എക്സാം. സോ മാക്സിമം ഞാൻ തീർക്കാൻ നോക്കി. ഇതാണ് എൻ്റെ അവസാനത്തെ അവസ്ഥ. ആൻഡ് നാളെ രാവിലെ പരീക്ഷയാണ്. നല്ലപോലെ എഴുതാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.